ആസ്പിരൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് കറണ്ട് അഫേഴ്സ്, PYQ, SCRT ഇതിൽ ഏത് മേഖലയിലാണ് ഫോക്കസ് ചെയ്ത് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് സ്റ്റഡി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം, അതുപോലെ ഞാൻ 35 മാർക്കിൽ നിന്ന് 85 മാർക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പം കഴിഞ്ഞ 3 വീഡിയോകളായിട്ട് SCRT, PYQ, കറണ്ട് അഫേഴ്സ് ഇവയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും കറണ്ട് അഫേഴ്സിൽ നിന്ന് ഏതൊക്കെ മേഖലകൾ ഫോക്കസ് ചെയ്ത് പഠിച്ചതിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു സപ്പോർട്ടാണ് ആ വീഡിയോ കിട്ടിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അധികം വലിച്ചു നീട്ടില്ലാതെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനാണ് ഞാൻ പോകുന്നത്. സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും PSC പരീക്ഷകളിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡുമാണ്. കാരണം ഫസ്റ്റ് വൺ ടൈം ടേബിൾ ആണ്. ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് അതിന് എത്രമാത്രം നമ്മൾ ഓരോ ഡെയിലി ടൈം യൂസ് ചെയ്യുന്നു എന്ന് നോക്കുക. നെക്സ്റ്റ് നമ്മൾ അതിനു വേണ്ടി ഇപ്പം ഓരോന്നും PYQ പോലുള്ള കാര്യങ്ങൾ മോക്ക് ടെസ്റ്റ് എത്രമാത്രം ചെയ്യുന്നു എന്ന് നോക്കുക. ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ടൈം ടേബിളിനെ നോക്കാം. ഫസ്റ്റ് വൺ ഡെയിലി ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യണം. നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും സെറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ബട്ട് നമ്മളിപ്പോൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് ആ ടൈം ടേബിളിനെ ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ 6 ടോപ്പിക്ക് ഒരു ദിവസം പഠിക്കാൻ വേണ്ടി എടുത്തു, 5 ടോപ്പിക്ക്, ചിലപ്പോൾ 4 ടോപ്പിക്ക്, ചിലപ്പോൾ 3 ടോപ്പിക്കേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഡിപ്രഷൻ അടിച്ചിരിക്കാതെ, അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് നമ്മൾ വന്ന് ആ ഒരു സ്റ്റേജിലിരിക്കാതെ നെക്സ്റ്റ് ആ 3 ടോപ്പിക്കും നെക്സ്റ്റ് ദിവസം കംപ്ലീറ്റ് ചെയ്യുക. ഈ എപ്പോഴും ടൈം ടേബിൾ കൊണ്ട് കൺസിസ്റ്റൻസി മാത്രമേ യൂസ് ചെയ്യാവുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഞാൻ അങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. മനുഷ്യരാണ്, എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ നമുക്ക് ചേഞ്ച് ആവും. അപ്പം നമുക്ക് കറക്റ്റ് ടൈം ടേബിൾ ഫോളോ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കാനാണ്. പിന്നെ എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ എൻ്റെ മെമ്മറി പവർ അല്ല നിങ്ങളുടേത്. ഓരോരുത്തർക്കും ചിലർക്ക് ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ എടുക്കും, ചിലർക്ക് അപ്പം 2 മണിക്കൂർ എടുക്കും. എനിക്ക് ചില ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ഒരു ദിവസം വരെ എടുത്ത് പഠിച്ചിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. സോ ഫസ്റ്റ് വൺ നമ്മൾ കേൾക്കാത്തയും കാണാത്തയും കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും അധികം ടൈം എടുക്കും. അത് എനിക്ക് മാത്രമാണ് ഇങ്ങനെ, എനിക്ക് ഇന്നത്തെ ഒരു ദിവസം ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഫുള്ളായിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് തുടക്കക്കാർക്കൊക്കെ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നിൽക്കുന്നതായിരിക്കും. അപ്പം ടൈം എത്ര വേണോ നിങ്ങൾ യൂസ് ചെയ്തോ. അപ്പോൾ എത്ര മണിക്കൂർ പഠിക്കണമെന്നുള്ളത് ചിലർക്ക് ഒരു ടോപ്പിക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച് വരുമ്പോഴത്തേക്കും ഒരു ദിവസം നമുക്ക് ഒരുപാട് ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റും. സോ പഠിച്ച് വരുമ്പോഴാണ് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. തുടക്കക്കാർക്ക് അത് ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് അത് ആലോചിച്ച് നെഗറ്റീവ് അടിച്ചിരിക്കരുത്. നെക്സ്റ്റ് മോക്ക് ടെസ്റ്റ്. നമ്മുടെ എക്സാം ഹാളിൽ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് എന്നുള്ളത്. അതിനുവേണ്ടി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇതുപോലെ OMR ഷീറ്റ് ബുക്കിലേറ്റ് വാങ്ങിച്ച് എഴുതി പഠിക്കുക എന്നുള്ളത്. OMR ഷീറ്റ് ബുക്കിലേക്ക് വാങ്ങിച്ച് എഴുതി പഠിക്കുക എന്നുള്ളത്. സോ ബുക്ക് സ്റ്റോളിലൊക്കെ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ എന്ന് വെച്ചാൽ ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും ചെയ്ത് പഠിക്കുക. അതും കറക്റ്റ് PYQ വെച്ച് തന്നെ ചെയ്ത് പഠിക്കുക. ആൻസർ കീ നോക്കുക, എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ എഴുതുക. എത്ര റൈറ്റ് ആൻസർ, എത്ര റോങ് ആൻസർ, എത്ര മാർക്ക്. ഓക്കെ, റൈറ്റ് റോങ്ങും നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്. സോ ഓരോ എക്സാം കഴിയുമ്പോഴും നിങ്ങൾ ഓരോ ടോപ്പിക്ക് കവർ ചെയ്ത് വരില്ലേ, അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ സാധിക്കും. നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് PYQ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഡെയിലി PYQ ഞാൻ പറഞ്ഞില്ല, ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ആ തുടക്കക്കാർക്കാണെങ്കിൽ ഒരു PYQ എടുക്കുക. അതിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻ്റെ ടോപ്പിക്ക് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിൽ പ്രധാനമായിട്ടും ടോപ്പിക്ക് കവർ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് പഠിക്കാമെന്ന് തന്നെയാണ്. അതിന് ചിലപ്പം ഒരു ടോപ്പിക്ക് ചിലർക്ക് പഠിക്കാൻ പറ്റുള്ളൂ, അത് മതി. ആ ടോപ്പിക്ക് നന്നായിട്ട് കവർ ചെയ്യുക. നമ്മളിങ്ങനെ പഠിച്ച് വരുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇതിൽ നിന്ന് ആദ്യം പഠിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യും. സോ അപ്പം 96 ക്വസ്റ്റ്യനെ പിന്നെ നമുക്ക് പഠിക്കാനുള്ളൂ. നെക്സ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ ഒരു 8 ക്വസ്റ്റ്യൻ നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ഓരോന്ന് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. മറ്റേ നെക്സ്റ്റ് പ്രധാനപ്പെട്ട കാര്യം സിലബസ് കംപ്ലീഷൻ ആണ്. എങ്ങനെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം, അതിന് പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഈ PYQ എന്നടോ. നിങ്ങൾ ഈ PYQയിൽ ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, 2ാമത്തെ ദിവസം 2 ക്വസ്റ്റ്യൻ ചെയ്തു, 3ാമത്തെ ദിവസം 3 ക്വസ്റ്റ്യൻ ചെയ്തു. 3 ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്ത് പഠിക്കുക എന്നാണ്
ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അപ്പൊ നിങ്ങൾ ഈ സിലബസിലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ചു തീർക്കുകയാണ് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിലബസിലെ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് കവർ ചെയ്യുക എന്ന് വെച്ചാൽ സിലബസിലെ 100 ടോപ്പിക്ക് കവർ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ റിപ്പീറ്റ് വരുന്ന പോർഷൻസ് അങ്ങനെ നമ്മൾ റിപ്പീറ്റ് അടിച്ച് വീണ്ടും കേൾക്കുമ്പോൾ അത് നമുക്കൊരു റിവിഷൻ ആയിട്ടും എടുക്കാൻ ചാൻസ് ചെയ്യും. അപ്പം എപ്പോൾ റിവിഷൻ ചെയ്യണം എന്നുള്ളത് നെക്സ്റ്റ് ഞാൻ പറയാം. റിവിഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ PYQ തന്നെ നിങ്ങൾ എടുത്ത് നോക്കിയേ. PYQ പഠിക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഈ റിപ്പീറ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കാതെ ഞാൻ കഴിഞ്ഞ ദിവസം പഠിച്ചാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് പഠിക്കാം അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ജസ്റ്റ് അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ, 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ, 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് ജസ്റ്റ് ആ ഒരു ടോപ്പിക്ക് എടുത്ത് അത് നമ്മൾ പഠിച്ചു പോവുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇപ്പോൾ എനിക്ക് സയൻസ് സബ്ജക്റ്റ് കുറച്ച് ടഫാണ്. അപ്പം ഞാൻ അതിന് ഓരോ ടോപ്പിക്ക് ബേസ് ചെയ്ത് എഴുതിയാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പം താപം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ച് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു ചാപ്റ്റർ പഠിച്ചതെന്ന് വയ്ക്കുക. അതിനുശേഷം ഞാൻ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോൾ താപം എന്ന് പറയുന്ന വേറൊരു ക്വസ്റ്റ്യൻ കണ്ടു. അപ്പോൾ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ പഠിച്ചതാണ് എന്നും പറഞ്ഞ് മാറ്റി വയ്ക്കാതെ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ജസ്റ്റ് ഫുള്ള് ഒരു 10-15 മിനിറ്റ് എടുത്ത് വായിച്ചു പോകുക. അങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും വായിക്കുമ്പോൾ ഓൾറെഡി നമുക്ക് റിവിഷനും ഈ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയുടെ കൂടെ തന്നെ നടക്കുന്നതാണ്. സോ അപ്പം ഇത്രയേ ഉള്ളൂ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാമെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരു പിന്നെ SCERTയുടെ കാര്യം എന്ന് പറയുന്നത് SCERTക്ക് എവിടെ ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ. SCERT എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും ഇപ്പം ഇമ്പോർട്ടൻസ് ഇത്രയും വന്നതെന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരണോണ്ടാണ്. നമ്മൾ ഈ പഠിക്കുന്ന ഓരോ ടോപ്പിക്കും SCERTയിലുള്ളത് തന്നെയാണ്. പക്ഷേ എങ്കിൽ SCERT നിങ്ങളിപ്പോൾ ഒരു ടോപ്പിക്ക് കഴിഞ്ഞിട്ട് SCERT വായിക്കുമ്പോഴത്തേക്കും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യുകയുള്ളൂ. പക്ഷേ എങ്കിൽ അതിൽ ചെറിയ എക്സ്ട്രാ പോയിന്റും കൂടെ വരും. സോ അത് നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് സ്റ്റഡി ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും എലിമിനേഷൻ മെത്തേഡിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാകത്തില്ല. ഇപ്പം നമ്മൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വന്നു. അപ്പം ഓപ്ഷൻ ABC അല്ലെങ്കിൽ ABD ഇപ്പം അങ്ങനത്തെ ഓരോ ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് തന്നിട്ടുള്ളത്. സോ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ് തന്ന് അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയാമെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്ത് ഓപ്ഷൻ കണ്ടെത്താൻ പറ്റും. മിക്കുള്ള ക്വസ്റ്റ്യനിലും അങ്ങനെ ഓപ്ഷൻ കണ്ടെത്താൻ പറ്റും. അതിനൊരു ഡീപ്പ് സ്റ്റഡി തന്നെ വേണം. അതിനാണ് SCERT നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ഇപ്പം പലരും ചോദിക്കുന്നുണ്ട് SCERT ബുക്ക് വാങ്ങി ഇപ്പം SCERTയുടെ ബുക്കുകളൊക്കെ വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്, വേണമെന്നുള്ളവർക്ക് അത് വാങ്ങി പഠിക്കാം. പക്ഷേ എങ്കിൽ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്ത് പഠിച്ചിട്ടുള്ളത് നമ്മൾ ചാപ്റ്റർ വൈസ് തന്നെയാണ്. പാഠപുസ്തകം നോക്കി അത് കണക്ക് പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മറ്റേ നമ്മൾ കറക്റ്റ് റാങ്ക് ഫയൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു മടുപ്പ് തോന്നും. സോ ഇതൊരു ചാപ്റ്റർ ആകുമ്പോൾ ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ നമുക്കൊരു ആശ്വാസം. ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു, നെക്സ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ നമ്മൾ തന്നെ ഉണ്ടാവും. സോ നോർമലി നമ്മൾ ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മളിപ്പോൾ തുടങ്ങുന്ന സമയത്ത് ഇത്രയും വലിയൊരു ടോപ്പിക്ക് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എങ്കിലും ഒരു 5 പേജ് കഴിയുമ്പോൾ ഇത്രയും ബാക്കി പഠിക്കാനുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസമല്ലേ. ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും അങ്ങനെയാണല്ലോ. സോ അത്രയേ ഉള്ളൂ പ്രധാനമായിട്ടും പറയാൻ. അപ്പോൾ SCERT നിങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരെയും പഠനത്തെ രീതി ആശ്രയിച്ചിരിക്കുക. അതൊന്നും മറ്റുള്ളവർ പറഞ്ഞിട്ട് ഇപ്പം നമുക്ക് മറ്റുള്ളവർ പറയുന്ന രീതിക്ക് പഠിച്ചിട്ട് ചിലർക്ക് അത് യൂസ് ആവണമെന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണോ നിങ്ങൾക്ക് പറയുന്നത് അത് നിങ്ങൾ അത് കണക്ക് കേൾക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ള കാര്യം. പിന്നെ പറയാനുള്ളത് കറക്റ്റ് പഠിക്കുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻസി ഒരിക്കലും നിങ്ങൾ കൈവിടാതെ ശ്രദ്ധിക്കുക. ചിലർ കഷ്ടപ്പെട്ട് പഠിക്കും, ഒരുപാട് ടോപ്പിക് കവർ ചെയ്യും, പക്ഷെ റിവിഷൻ ചെയ്യാതെയൊക്കെ പോകുന്നതുകൊണ്ട് എക്സാമുകളിൽ പല എക്സാമും നമുക്ക് കിട്ടാതെ വരും. അങ്ങനെ എനിക്ക് സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പം ഞാൻ റിവിഷനൊക്കെ കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്തു വന്നപ്പോൾ എനിക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട് ആ ഒരു രീതിക്ക് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 2026 തന്നെ എന്നോടൊപ്പം നിങ്ങളും കയറണമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാൻ ഇത് ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഇങ്ങനെ ഈ ഒരു സ്റ്റഡിയിൽ എത്തിപ്പെടാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അതിനുശേഷമാണ് എനിക്കിങ്ങനെ ഒരു പോസിറ്റീവായിട്ട് PSC പഠിക്കാൻ ഭയങ്കര ബോറായിരുന്നു. മറ്റത് പഠിക്കുമ്പോൾ പഠിക്കാൻ തോന്നത്തില്ല, ഭയങ്കര ക്ഷീണം. അതൊക്കെ നമുക്ക് നോർമലി നമ്മുടെ മൈൻഡ് അങ്ങനെ ആവണോണ്ടാണ്. അപ്പം നമ്മൾ ഒരുപാട് ടോപ്പിക്ക് കവർ ചെയ്ത് ഒരു സിലബസ് എടുത്ത് മറിക്കുമ്പോൾ നമുക്ക് അതിലൊരു 10-20 ടോപ്പിക്ക് നമ്മളൊക്കെ അറിയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സമാധാനമായിരിക്കത്തില്ലേ.
അപ്പം ആ ഒരു കാര്യമാണ് പറഞ്ഞത്. നെക്സ്റ്റ് നാളത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇപ്പം സയൻസ് ടോപ്പിക് എങ്ങനെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിനകത്തും ഏതൊക്കെ സബ് ടോപ്പിക്കുകളാണുള്ളത്. ഇപ്പം PSC ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ അവകാശങ്ങളും കടമകളും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പഠിക്കണം, അപ്പം അങ്ങനെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ കേരളത്തിന് അതിൽ നിന്ന് ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്, അങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഒരു വീഡിയോ വേണോ, നിങ്ങൾക്കത് യൂസ്ഫുൾ ആകോ ഇല്ലേ എന്നുള്ളത്, അതിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.